64ാം കേരള സ്കൂൾ കലോത്സവം ഗംഭീരമായി പുരോഗമിക്കുകയാണ്. ഇനി 2 ദിനങ്ങൾ, ഇന്നും നാളെയും മാത്രമാണ് ബാക്കിയുള്ളത് ഈ കലാപുരത്തിന് സമാപനം കുറിക്കാൻ. അപ്പോൾ വളരെ സജീവമാണ് ഈ കലാനഗരി എന്ന് തന്നെ പറയാം. കാരണം നമ്മൾക്ക് പിന്നിൽ ഇതുപോലെ വശങ്ങളിലൊക്കെയായി ഒരുപാട് പേർ ഈ കലാമാമാങ്കം കാണാൻ, നേരിട്ട് കാണാൻ എത്തിയിരിക്കുകയാണ്. ഒരുപാട് പേരുണ്ട്. ഇനിയിപ്പോൾ കേവലം 50 മത്സരങ്ങൾ മാത്രമാണ് ഇനി ഇന്നും നാളെയൊക്കെയായി വേദിയിലെത്താൻ ബാക്കിയുള്ളത്. 199 മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 199 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ആരായിരിക്കും കപ്പടിക്കുക എന്ന ചോദ്യം ഉയരുകയാണ്. ആരായിരിക്കും കപ്പടിക്കുക? പാലക്കാടാണോ? ആണോ? ആയിരിക്കോ? പറയാൻ പറ്റുമോ? നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ അതിനുള്ള കാത്തിരിപ്പാണ്. ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് പട്ടിക ഇതാണ്. 199 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ കണ്ണൂർ ജില്ല അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നു. 1ാം സ്ഥാനത്ത് 807 പോയിന്റുമായി കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുകയാണ്. തൊട്ടു പിന്നിൽ ആരൊക്കെയാണെന്ന് നോക്കാം. 3 ജില്ലകൾ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. തൃശൂർ, കോഴിക്കോട്, പാലക്കാട് ഈ 3 ജില്ലകൾ 794 പോയിന്റുമായി 2ാം സ്ഥാനം പങ്കിടുകയാണ് നിലവിലെ സ്ഥിതിയിൽ. പിന്നാലെ കൊല്ലമുണ്ട്, തിരുവനന്തപുരമുണ്ട്, മലപ്പുറമുണ്ട്. കൊല്ലം 777, തിരുവനന്തപുരം 772, മലപ്പുറം 771, എറണാകുളം 711, വയനാട് 685, കാസർഗോഡ് 683, കോട്ടയം 678, ആലപ്പുഴ 663, പത്തനംതിട്ട 643, ഇടുക്കി 621 എന്നിങ്ങനെയാണ് 14 ജില്ലകളുടെ പോയിന്റ് പട്ടിക. പക്ഷേ ആരായിരിക്കും കപ്പടിക്കുക എന്ന് പറയാറായിട്ടില്ല. അതിന് കാത്തിരിക്കണം. സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്ന ജില്ല ഏതാണെന്നറിയാം. അതോടൊപ്പം 24ന്റെ ചാമ്പ്യൻസ് ട്രോഫി അത് കരസ്ഥമാക്കുന്ന ജില്ല ഏതാണെന്ന് കൂടി അറിയാനുള്ള മണിക്കൂറുകളിൽ കടക്കുകയാണ്. ഒപ്പം തന്നെ 10,000 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട്. രണ്ടും 24ന്റെ ചാമ്പ്യൻസ് ട്രോഫി, ഒപ്പം 10,000 റുപ്പീസ് ക്രാഷ് പ്രൈസ്. അത് സ്പോൺസർ ചെയ്യുന്നത് UGS ഗ്രൂപ്പാണ്. അതടിക്കുന്നത് ആരാണ്, ഏത് ജില്ലയാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലേക്ക് നമ്മൾ എത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.